ഹായ് നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ബിനുവാടിമാലി യൂട്യൂബ് ചാനലിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ദുചൂടൻ തിരിച്ചു വരുന്ന പോലെ ഇന്ന് നമ്മളൊരു ഒരു സന്തോഷകരമായിട്ടുള്ള ദിവസത്തിലേക്ക് പോവുകയാണ്. ഇന്ന് ഇലാഹിയ കോളേജിൻ്റെ ആനുവൽ ഡേ ആണ്. അതിൻ്റെ ചെറിയൊരു ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് ഞാൻ പോകാനൊരുങ്ങുകയാണ്. അവിടുത്തെ സന്തോഷങ്ങളും വിശേഷങ്ങളൊക്കെ നമുക്ക് നേരിൽ കാണാം. ഇതിൻ്റെ തുടക്കമായിട്ട് നായകി ദേവാലയ അങ്കണത്തിൽ ഒരുപാട് സാറ് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം പകരുന്ന നാളുകൾ, ഓർമ്മകൾ ഉള്ള നാളുകൾ എന്ന് പറയുന്നത് ഈ വിദ്യാലയങ്ങളുടെ കാലഘട്ടത്തിലാണ്. അപ്പോൾ എനിക്കും ഈ അവസരത്തിൽ ഇവിടെയുള്ള ഇങ്ങനെയുള്ള ഒരു വേദി തന്നെ കിട്ടിയതിൽ വളരെ സന്തോഷം. അപ്പം ഞാൻ അധികം ഒന്നും വലിച്ചു നീട്ടുന്നില്ല, കാരണം ഞാൻ പ്രസംഗിച്ച് ഒരു പരിചയമില്ല. ഈ ചാനലുകളിലൊക്കെ കോമഡികളൊക്കെ പറഞ്ഞ് അങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോയാൽ പരിചയമുള്ളൂ, അല്ലാതെ എനിക്ക് വലിയ പ്രസംഗം കാഴ്ചവെക്കാനൊന്നും അറിയില്ല. എങ്കിലും ഞാനൊക്കെ ഇവിടെ വരുമ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് താരങ്ങളുടെ ശബ്ദം എടുക്കാം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന താരങ്ങളുടെ ശബ്ദം പറയരുത്, എനിക്കറിയില്ല. കാരണം ഇങ്ങനെയുള്ള വേദികളിൽ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തെങ്കിൽ പോകാം എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ഒന്ന് രണ്ട് താരങ്ങളുടെ ശബ്ദം ഒക്കെ ചെയ്യാം. ഓക്കെ, ശ്രീനിവാസ ചേട്ടനിൽ തുടങ്ങാം. പഴയതിൽ നിന്ന് തുടങ്ങിയിട്ട് പഴയതിൽ തന്നെ തീർക്കാം. അപ്പോൾ നമുക്ക് ശ്രീനിവാസൻ. നല്ലതായാലും കൈയടിക്കണം, ഇല്ലെങ്കിൽ ഞാൻ നന്നായിക്കോളാം കേട്ടോ. കയ്യടിയുടെ ബഹളമായിരിക്കണം, നമുക്കങ്ങ് തകർക്കാം. ഈ ആനുവൽ ഡേ അങ്ങ് തകർത്ത് പൊളിച്ച് കേട്ടാ. എല്ലാവരും ഉറക്കം കൈയടിച്ച് അടിപൊളിയാണ്. ഈ സംഭവമാണ് നമുക്ക് വേണ്ടത്. എന്റെ അളിയ പണിയായോ? അപ്പോ ശ്രീനിവാസൻ. അമ്മാമയെ കിടിലം കൊടുക്കുന്ന ഒരു പരമരഹസ്യം. പോക്കറ്റിലിട്ട് അമ്മാനം മാടിക്കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്തൊക്കെ മോഹന വാഗ്ദാനങ്ങളായിരുന്നു. പഴം പുഴുങ്ങി വെച്ചെടുക്കുക, കോഴിയെ ഓടിച്ചിട്ട് മുട്ടയെടുക്കുക, ആ കോഴിയുടെ പരിപ്പിളേക്കാണ് രാധേ ഓർഡർ നിൽക്കൂ, രാധേ കൈയടിക്കാൻ പറഞ്ഞായിരിക്കും. നാണമാണുള്ളതാണ്, കൈയടിയൊക്കെ ചോദിച്ച് മേടിക്കും ഞാൻ. അടുത്തത് നമ്മളെ കാണാനെത്തുന്നത് സത്യൻ മാഷിനെ ഒന്ന് കേട്ടാലോ. കണ്ടിട്ടുണ്ട് ചാനലിലൂടെയൊക്കെ, എങ്കിലും നമുക്കൊന്ന് കാണാം.
സരോജം, ഈയിടെ എന്റെ തലയ്ക്ക് നല്ല സുഖമില്ലടി. എന്റെ തലയ്ക്ക് സുഖമില്ലെന്ന് കേട്ടപ്പോ നിങ്ങളുടെ തലയ്ക്ക് നല്ല സുഖമുണ്ടല്ലേ? ഞാൻ നാളെ അമേരിക്കക്ക് പോയി വച്ചുകൊണ്ടിടാൻ. തിരിച്ചു വരുമ്പോ നിനക്ക് ഞാൻ വലിയൊരു മീൻ കൊണ്ടുവരും, നത്തോലി. കടലിൽ ശാകര ഇറങ്ങി തന്നു. എവിടെ മെയിൻ്റെ ഉടവാൾ കൈയടിക്കാൻ എന്നെ കൊണ്ട് എപ്പോഴും പറയിപ്പിക്കും. ഇനി അടുത്തത് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ജഗദീശ്വരനെ ഒന്ന് കാണാം. ജഗദീശ്വരൻ താങ്ങിയതാണോ? ഞാൻ ആരാണ് തനിക്കറിയില്ല. ഞാൻ പല ഗുണ്ടകളെ പലയിടത്തും വെച്ച് ഒതുക്കിയിട്ടുണ്ട്. ഞാനങ്ങ് പറഞ്ഞോണ്ടിരിക്കും കേട്ടോ. അടുത്തത് ഇന്നസെന്റ്. എന്റെ ഈശ്വര, എന്തോ ഒരു ഇടിവാള് ഭൂമിയിൽ വീണ് പാഴായി പോണതേ. അതിലൊരു ചെറിയ ഉടുമ്പിന്റെ കഷ്ണം ദൈവന്റെ തലക്കട വന്ന് തിന്നിച്ചു വിട്ടുകൂടെ. ഏതായാലും ഞാൻ ഇവിടെ വന്നിട്ട് നിങ്ങൾ എല്ലാവരെയും കാണാൻ കഴിഞ്ഞതില് വളരെ സന്തോഷം. നന്ദി, നമസ്കാരം. അപ്പൊ നമുക്കിടെ ലാലേട്ടന്റെ ശബ്ദം എടുക്കട്ടെ. ആദ്യം ആരുടെ ശബ്ദം എടുക്കണം? ഞാനിവിടെ വന്നിട്ട് എനിക്ക് വലിയ മമ്മൂക്കേനെയും ലാലേട്ടനെയും എടുത്ത് വലിയ പരിചയമൊന്നുമില്ല. എങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ പരിപാടി കുറയ്ക്കാൻ വന്നതിനാണ്. അപ്പോ മമ്മൂക്കയുടെ ശബ്ദം തുടങ്ങുമ്പോൾ അവിടെ കയ്യടി. ഈ മമ്മൂക്കയുടെ ഓച്ചയുടെ മേളിലായിരിക്കണം. ഞാൻ അത്രയ്ക്ക് കറക്റ്റാണ്. മമ്മൂക്ക ഇന്ത്യൻ ഭരണ സർവീസ്. ആ പദത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയാൻ നിനക്ക്? അത് അറിയണമെങ്കിൽ കൂടും കൂടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം. വെള്ളാരം കലവെടുക്കുന്ന ഒരു വേനൽ പകലിൽ ഗോളിയനെത്തിച്ചു. നെയ്യാറ്റാൻസിന്റെ ഗോളിയർ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന മോഹവുമായി ചെന്ന് കയറിയത് ഒരു സിംഹത്തിന്റെ മലയിൽ. ഗുരുവിന്റെ കവറിൽ ഒരു പിടി പച്ചമണ്ണ് വാരിയിട്ട് യാത്ര തുടർന്നു. ഇന്നും തീരാത്ത പ്രവാസം. സബരോഗി സിന്ദഗി ജോ കഭി നഹി. ഒരുപാട് വെറുപ്പിക്കുന്നില്ല. ശബ്ദം നല്ലപ്പം പാട്ട് നിർത്തുക എന്നുള്ളതാണ് അതിൻ്റെ സന്തോഷം. അപ്പോൾ എന്തായാലും നിങ്ങൾ പാട്ട് പാടണോ? കരോക്കെ ഉണ്ടെങ്കിൽ പാടിത്തരാം. കരോക്കെ അറിഞ്ഞിട്ടില്ല, ലിറിക്സും കരോക്കെ തരുമ്പോൾ പാടാം. മകളെ എല്ലാം മറക്കുവന്നേ പഠിച്ചു. മറന്നു മകളെ എല്ലാം മറക്കുവന്നേ പഠിച്ചു. അകലെ കൊഴുകുന്ന പുഴയാം അകലെ കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ മനസ്സിൽ തടഞ്ഞു വെച്ചു. വെറുതെ മറന്നു മകളെ എല്ലാം മറക്കുവന്നേ പഠിച്ചു.
നാട്ടുനാവിൽ നമ്മളോ ഞാൻ പാട്ടെറിഞ്ഞു പാടും പാട്ടിലേതോ കൂട്ടുകാരാ പ്രാർത്ഥ തീർന്നു. അന്നും നിന്നെ കൊതിച്ചിരുന്നു മറന്നു മകളെ എല്ലാം മറന്നു വന്നേ പഠിച്ചു. കറക്റ്റ് സമയത്ത് ലൈൻ വിളിച്ചു വന്നല്ലോ നമ്മളെ. ഒരു കോള് കയറി വന്നു, എന്റെ പാട്ട് തകർന്നു പോയി. അപ്പൊ എന്തായാലും വലിയ സന്തോഷം. അപ്പം സാറന്മാര് പറഞ്ഞതുപോലെ എല്ലാവരും പഠിച്ച് നല്ല നിലയിലൊക്കെ എത്തട്ടെ. കാരണം ഇപ്പൊ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് കയറി വരിക. ഭാവി കളയാനുള്ള ഒരു പരിപാടികളിലേക്കും പോകരുത്. കാരണം ഇപ്പൊ നമ്മളെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കാൻ ഏത് രീതിയിലാണ് അച്ഛനമ്മമാർ വിട്ടേക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. കാരണം നല്ല രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഇപ്പൊ പഠനത്തിന് മാത്രം മുന്നോട്ട് കൊടുത്തുകൊണ്ട് എൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ, നമ്മുടെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ, പ്രണയം എന്ന് പറയുന്ന ഒരു പ്രതിഭാസം മനുഷ്യന്റെ ജീവിതത്തിൽ ദുഃഖങ്ങൾ മാത്രം തരുന്ന ഒരു വലിയ ഒരു സങ്കടം നിറഞ്ഞ ഒരു കാര്യം. കാരണം പ്രണയിച്ച് നടക്കുമ്പോൾ തുടക്കത്തിലെ ഒരു ഇഷ്ടം, സന്തോഷം, അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ദുഃഖങ്ങൾ മാത്രം തരുള്ളൂ. പിന്നെ ആ വ്യക്തിയെ കല്യാണം കഴിക്കാൻ കിട്ടിയില്ലെങ്കിലും ജീവിതകാലം മൊത്തം അത് ഓർത്ത് ദുഃഖിക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾ പഠിക്കാൻ കിട്ടിയ അവസരം നല്ല രീതിയിൽ വിനിയോഗിക്കുക. അച്ഛനമ്മമാർ കല്യാണം കഴിക്കേണ്ട സമയമാകുമ്പോൾ നല്ല ബന്ധങ്ങൾ നിങ്ങൾ കൊണ്ടുവരും. അപ്പൊ അതുമായി ഒന്നിച്ച് ആ ഒരു കുടുംബത്തിന് വേണ്ടി, ആ കുടുംബത്തിന്റെ ഐക്യം, ഭാര്യയും ഭർത്താവും മക്കളൊക്കെ കൂടി ഒന്നിച്ച് നിന്ന് മുമ്പോട്ട് പോവുക. അതിൽ നിന്ന് ഒരിക്കലും മനസ്സോ അങ്ങോട്ടോ മാറരുത്. ഇപ്പൊ സോഷ്യൽ മീഡിയ വഴി ഏറ്റവും കൂടുതൽ സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റുകളുടെ അടുത്ത് ചെല്ലുന്നത് ഭാര്യ ഭർത്താക്കന്മാരിരിക്കെ പ്രണയിച്ച് വേറെ പോകുന്ന, കുടുംബം തകർന്നു പോകുന്ന അവസ്ഥകളാണ്. എനിക്ക് ഒരുപാട് സുഹൃത്ത് ഇതുപോലുള്ള ഒരുപാട് കൗൺസിലിംഗ് നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ പ്രോഗ്രാമിന് പോയിട്ടുള്ള ദുഃഖകരമായിട്ടുള്ള അവസ്ഥകൾ. പണ്ടത്തെ അമ്മമാരും നിൽക്കുന്നവരൊന്നും ഇപ്പൊ ആരും നിൽക്കുന്നില്ല. കാരണം ഒന്ന് പറഞ്ഞ് രണ്ടാം വാക്കിന് ഡൈവോഴ്സാണ്. ഈ ഒരു ഭാവി നമുക്ക് കിട്ടിയ സംഭവം തകർന്നു പോയാൽ ഒരിക്കലും പിന്നെ ജീവിതത്തിൽ തിരിച്ചു കിട്ടില്ല എന്നുള്ള ഒരു വലിയ സത്യം മനസ്സിലാക്കി നമുക്ക് കിട്ടിയ ഭാര്യയിലാണെങ്കിലും ഭർത്താവിലാണെങ്കിലും സന്തോഷവും, സൗന്ദര്യവും, സ്നേഹവും, ആത്മാർത്ഥതയും അവരിൽ നിന്ന് മാത്രം ആസ്വദിച്ച് സന്തോഷിച്ച് നല്ല കുടുംബങ്ങൾ ഉണ്ടാകട്ടെ, നല്ല ജോലികൾ ഉണ്ടാവട്ടെ, പഠിച്ച് നല്ല നിലയിൽ എല്ലാവരും എത്തട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം ബിനു അടിമാലി.